شطرها وحفظت فرجها وأطاعت بعلها. 4 കാര്യം സൂക്ഷിച്ചാലേ പെണ്ണ് സ്വർഗ്ഗത്തിൽ കടക്കുള്ളൂ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുക, റമളാനിൽ നോമ്പ് നോൽക്കുക കൃത്യമായി അതിന്റെ രീതി അനുസരിച്ച്. പിന്നെ വഹഫിളത് ഫർജഹാ, തന്റെ ശരീരം പ്രദർശനത്തെ തൊട്ട് സൂക്ഷിക്കുക. പെണ്ണെല്ലോണം മനസ്സിലാക്കുക. പെണ്ണ് രാത്രി കല്യാണപ്പരയിൽ നിരങ്ങാതിരിക്കുക, അങ്ങാടികളിലും കമ്പോളങ്ങളിലും നിരങ്ങാതിരിക്കുക. ഫാജിറത്തുൻ അഹബ്ബു ഇല ശൈത്വാനി മിൻ അൽഫി ഫാജിരിൻ, 1000 തെമ്മാടികളായ ആണുങ്ങളെക്കാൾ ശൈത്വാനിന് താല്പര്യം ഒരു തെമ്മാടിച്ചിയായ പെണ്ണിനെയാണ്. ഇമാം യഹ്യയിൽ പറയുന്നുണ്ട്, റഹ്മത്തുള്ളാഹിന്റെ വകയല്ല. ശ്രദ്ധിക്കണുണ്ടോ? ഞാൻ അവസാനിപ്പിക്കാൻ ശ്രദ്ധിക്കണുണ്ടോ? ഫാജിറത്തുൻ, പെണ്ണെ കർത്തന്റെ അപ്പുറത്തിരുന്നിട്ട് വയല് കേൾക്കണ പെണ്ണുങ്ങളെ ചിന്തിച്ചൊയ്യ്. ഫാജിറത്തുൻ, ഒരു തെമ്മാടിച്ചിയായ പെണ്ണാണ്. അഹബ്ബു ഇല ശൈത്താനി, ശൈത്താൻ ഏറ്റവും തൃപ്പതി ആരെക്കാൾ? മിൻ അൽഫി ഫാജിരിൻ, തെമ്മാടികളായ 1000 ആണുങ്ങളെക്കാൾ ശൈത്താൻ ഇഷ്ടം ഒരു തെമ്മാടിച്ചിനെ. കാരണം 1000 ആണുങ്ങള് അവനവൻ്റെ പാട് നോക്കി അവനവൻ്റെ പണിയിൽ വീഴും. അവനെ കഴിഞ്ഞ അവൻ്റെ കട കഴിഞ്ഞ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരു തെമ്മാടിച്ചി അങ്ങനെയല്ല. ഒരു തെമ്മാടിച്ചി 10,000 ആളുകളെ ഏറ്റിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പെണ്ണ് നല്ലോണം ചിന്തിക്കണം. ഷർറിന്റെ പിടിക്കയറുകൾ പെണ്ണുങ്ങളാണ്. എല്ലാ ഷർറിന്റെയും കയറുകൾ പെണ്ണുങ്ങളാണ്. പെണ്ണ് മനസ്സിലാക്കണം. പെണ്ണ് 5 വഖ്ത് നിസ്കരിക്കുകയും റമളാനിൽ നോമ്പ് നോക്കുകയും തന്റെ ശരീരം പൂർണ്ണമായി സംരക്ഷിക്കുകയും വേണം. മാറ്റം കാണിക്കരുത്, മാറ്റം കാണിച്ചടക്കരുത്. പെണ്ണ് അങ്ങാടിയിൽ തിരിയരുത്, അങ്ങാടിയിൽ നിരങ്ങരുത്. അങ്ങാടി എന്റെ സ്ഥലമല്ല, അങ്ങാടി ശൈത്താന്റെ സ്ഥലമാണ്. ആണുങ്ങൾ പോലും അങ്ങാടി പോയാൽ സാധനം വാങ്ങുന്ന സമയത്തിനപ്പുറം നിൽക്കരുത് എന്ന് മുസ്തഫ നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഷർറുൽ ബിലാദി അസ്വാഖു, ഒരു നാട്ടിൽ മോശപ്പെട്ട സ്ഥലം അങ്ങാടിയാണ്. കച്ചവടക്കാരൻ പോലും അവന്റെ കച്ചവടത്തിന് സമയം കഴിഞ്ഞ് അങ്ങാടി നിൽക്കരുത് എന്നാണ് നിയമം. പിന്നെങ്ങനെ പെണ്ണ് നീ നിൽക്കും? ഇന്നൽ മർഅത ഇദാ ഖറജത് മിൻ ബൈതിഹാ ഇസ്തശ്റഫഹ അശ്ശൈത്താനു ഖാല റസൂലുള്ളാഹി. പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങിയാൽ പെണ്ണിനെ ഭരിക്കുക ശൈത്താനാണെന്ന് ഹബീബായ നബി. ശൈത്താൻ അങ്ങാടിയുമാണ്. നീ പുറത്തിറങ്ങിയതിന്റെ പിന്നാലെ ശൈത്താൻ കൂടുകയും ചെയ്യും. അങ്ങാടി ശൈത്താന്റെ നാടുമാണ്. പിന്നെ എങ്ങനെ അങ്ങാടി കൂടി തിരങ്ങ് ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പെണ്ണുങ്ങളെ കാര്യം ഗൗരവമായി ചിന്തിക്കണം. 4-മത്തെ ഭർത്താവിന് വഴിപ്പെടണം, ഭർത്താവിനെ അനുസരിക്കണം, മക്കളെ നോക്കണം, അവരെ ദീൻ സംരക്ഷിക്കണം. അതിന് കഴിയില്ലെങ്കിൽ ഭർത്താവിനോട് വിളിച്ചു പറയണം, നിങ്ങളെ കുട്ടികളെ സംരക്ഷിക്കാൻ ഇനി എനിക്ക് കഴിയില്ല, എൻ്റെ പൊടുത്തത്തിന് വിട്ടിട്ടുണ്ട്, മര്യാദയ്ക്ക് വന്നോളി എന്ന് പറയണം. എന്നിട്ട് ഭക്ഷണം കുറച്ച് കമ്മിയാണെങ്കിലും തെർബിയത്ത് മക്കൾക്ക് കൊടുത്ത് ജീവിക്കണം. അള്ളാഹു ഇവിടെ തരും, നിങ്ങൾ ബേജാറാവണ്ട. അവിടെ ഒഴിവാക്കണം നീ പറഞ്ഞ് നടത്തല്ല. പക്ഷേ ഇവിടെ വിഷയമല്ല. ഇവിടെ ഈ ഗൾഫും കുലുമാലും പണവുമല്ലല്ലോ വിഷയം. ദുനിയാവ് വളരെ നശ്വരമായ ജീവിതമാണ്. അതിലെ വിഭവങ്ങൾ നിസ്സാരമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ കാര്യം പ്രത്യേകം ഗൗരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കും. മഹല്ലിൽ പള്ളി ദർസുകൾ കൊണ്ടുവരാൻ മഹല്ല് കമ്മിറ്റി ശ്രദ്ധിക്കണം. അതിന് ജനറൽ ബോഡി വിളിക്കുകയും കാര്യഗൗരവത്തെ ബോധ്യപ്പെടുത്തുകയും വേണം. ദർസ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നാട്ടിലുണ്ടായിരുന്ന അച്ചടക്കവും ഇന്നില്ലാത്ത അച്ചടക്കവും ജനറൽ ബോഡി വിളിച്ച് ബോധ്യപ്പെടുത്തണം.
എന്നിട്ട് നാട്ടിൽ ദർസുണ്ടാക്കണം. എന്നിട്ട് ഇലാഹിയായ തർബിയത്ത് നാട്ടിൽ നടക്കുകയും അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ കയറി പഠിക്കുകയും ഓടുകയും പറയുകയും ദീന് പഠിക്കുകയും ആലിമീങ്ങൾക്ക് അനുസരിക്കുകയും ഉമറാക്കളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന തലമുറയുണ്ടാകണം. അപ്പോൾ നാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, അല്ലാറുണ്ടാവില്ല. എന്റെ കുട്ടിക്കാലത്ത് വയസ്സന്മാരുള്ള പീടികയിലേക്ക് ചെറുപ്പക്കാർ കയറുമായിരുന്നില്ല. ഇന്നെന്താ വിഷയം? ഇന്ന് 7, 10 വയസ്സ് 12 വയസ്സായ ആൾക്കും ചെറുപ്പക്കാരന് 12 വയസ്സാനും വയസ്സിന്റെ പുറത്ത് കൊട്ടാൻ വരെ മടിയില്ല. ഒന്നും അവന് പ്രശ്നമല്ല, ഒന്നും അവന് വിഷയമല്ല. 7 വയസ്സിനെയും കുട്ടികൾ കളിയാക്കും, പ്രശ്നമില്ല. ചിന്തിക്കും, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇലാഹിലേക്ക് മടങ്ങുകയും ഇലാഹിന്റെ രീതി കൊണ്ടുവരികയും പടച്ചവനെ പേടിക്കുകയും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് നിലനിൽക്കാൻ ശ്രമിക്കുകയും വേണം. വീട്ടിനെ ഇസ്ലാമികമായ തർബിയത്ത് ചെയ്യണം. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ വീടുകളിൽ നിന്ന് എടുത്തൊഴിവാക്കണം. ഞാൻ നീട്ടി പറയുന്നില്ല, എന്താണ് ആ സാധനങ്ങൾ എന്നൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് സാബറ കാഫറായത്. സാബറൊക്കെ കാഫറായപ്പോൾ ഒരു പേടിയില്ല, ഏട്ടത്തി പ്രോത്സാഹിപ്പിച്ചു. സാബറ കാഫറായി, കമ്മിറ്റിക്കാരെ മുഖത്തേക്ക് തുപ്പി വിട്ടു, ഏട്ടത്തി പ്രശ്നമില്ല. ഇതാണ് യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറാ യബിഉ ദീനഹു ബിഅർളിൻ മിനദ് ദുനിയാ. രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരം കാഫിറാവും. തകൂനു ഫിതനുൻ കൽ ഹസീരി ഹൂദൻ ഹൂദാ. ഒരു പായയുടെ മടക്ക് നിവർത്തുന്നത് പോലെ ഫിത്ന പൊട്ടിപ്പുറപ്പെടുമെന്ന് ഖാല റസൂലുള്ളാഹി. ഒരു മടക്ക് പിന്നൊരു മടക്ക് പിന്നൊരു മടക്ക് പിന്നൊരു മടക്ക്, അങ്ങനെ ഇന്നൊരു ഫിത്ന, നാളെ അതിനേക്കാൾ ഫിത്ന, മറ്റന്നാൾ, അങ്ങനെ പഠിച്ചവനെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ കാര്യം ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടി ഒരു ദഅവത്തിന് തയ്യാറായ ഇവിടുത്തെ SKSF പ്രവർത്തകന്മാർ വളരെ പ്രശംസ അറിയിക്കുന്നു. നമ്മൾ ബാഫക്കത്തങ്ങളുടെയും പൂക്കോയത്തങ്ങളുടെയും കണ്യത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും മക്കളാണ്. അവരൊക്കെ ഈ നാട്ടിൽ നന്മ നടത്തിയവരാണ്. ആ നന്മ നടത്തൽ നമ്മുടെ മാർഗമാണ്. നാം പോട്ടെ, നമുക്കുണ്ടാവണം. സുന്നത്തി ജമാഅത്തിൽ ഉറച്ചു നിൽക്കുകയും വേണം. ബിദ്അത്തിനെ തള്ളിക്കളയണം. ബിദ്അത്ത് നാശമാണ്. അത് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് എല്ലാം ബിദ്അത്തുകളാണ്. ആ ബിദ്അത്താകട്ടെ നാശമാണ്. അതിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബിദ്അത്ത് അതിന്റെ പ്രത്യക്ഷത്തിൽ രസമാണ് തോന്നിയാലും അതിന്റെ ആഖിറം ഖേദവും നഷ്ടവും നരകവുമാണ്. പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ സുന്നത്തി ജമാഅത്ത് വന്നൊരു വഴിയുണ്ട്. അത് ബാഫക്കത്തങ്ങളെ വഴിയാണ്, പൂക്കോയന്റെ വഴിയാണ്, അത് കണ്ണിയത്തോര വഴിയാണ്, ശംസുൽ ഉലമയുടെ വഴിയാണ്. ആ വഴിയിലാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ഇന്ന് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ജയന്തി മുസ്ലിയാരും ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരും, അതാണ് ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ സമസ്തയുടെ ഇന്നത്തെ നേതൃത്വം. അവർക്ക് വഴിപ്പെടണം. നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തവർക്ക് വഴിപ്പെടുവീൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അസ്സ വജൽ കാര്യം ഏറ്റെടുത്തവർക്ക് വഴിപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞിട്ടുണ്ട്. മുസ്തഫ നബിയും പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലു ഖംസക്കും വസുദ്ദു സകവാതു വദാ അംരിക്കും. മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട സമസ്തയുടെ മാർഗത്തിൽ, സുന്നത്തി ജമാഅത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. ബിദ്അത്ത് പ്രത്യക്ഷത്തിൽ രസമാണെങ്കിൽ അവസാനത്തിൽ ഖേദമാണ്. മുജാഹിദായാലും ജമാഅത്തായാലും തബ്ലീഗ് ആയാലും അതിന്റെ തുടക്കം അതൊക്കെ രസകരമായി തോന്നിയാലും അത് ഖേദത്തിലേക്ക് പോകും. അതൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല, സന്ദർഭത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇനിയും പറയാൻ ഇരിക്കുന്നതുമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സുന്നത്തി ജമാഅത്തിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കണം. സമസ്തയുടെ പ്രവർത്തകരാവുകയും ദീനിന്റെ പ്രവർത്തകരാവുകയും നാട്ടിൽ നന്മ നടക്കുകയും ചെയ്യണം. ദീനിയായ കൂട്ടായ്മകൾ ഉണ്ടാകണം. അതിൽപ്പെട്ടൊരു സംഘടനയാണ് SKSF. അല്ലാഹുവിനെ നിലനിർത്തുമാറാകട്ടെ. ദീനിയായ പ്രവർത്തനം അല്ലാഹു നിലനിർത്തട്ടെ. എല്ലാവരും ഈ കാര്യമൊക്കെ ഗൗനിച്ച് പ്രവർത്തിക്കണമെന്ന് എല്ലാവരോടും